ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. കോഴിക്കുട്ടികൾക്ക് വളരെയധികം വില കുറഞ്ഞു. ഇപ്പോൾ 20 രൂപ 21 രൂപയ്ക്കൊക്കെയാണ് കോഴിക്കുട്ടികൾ കിട്ടുന്നത്. നമ്മൾ 50 രൂപ വരെ കൊടുത്തിട്ടാണ് ഓരോ കോഴിക്കുട്ടികൾ വാങ്ങിയിരുന്നത്. ഇപ്പം നല്ല വിലക്കുറവിലാണ്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ ഇടുന്ന ബാച്ച് നമ്മൾ പിടിക്കുക കർക്കിടകത്തിലാണ്. അപ്പോൾ കർക്കിടകത്തിൽ സെയിൽസ് ഒരുവിധം കുറവായിരിക്കും. കാരണം രാമായണ മാസം എന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദുക്കളൊക്കെ വാങ്ങിക്കാനായിട്ട് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടുമ്പോൾ വളരെയധികം ചിന്തിച്ചിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ. വില കുറവാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടി കയറിയിട്ടാൽ ചിലപ്പോൾ കൊടുക്കുന്ന സമയത്തും വില കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായി ചിന്തിച്ചിട്ട് നിങ്ങൾ ഇടുക കേട്ടോ. പിന്നെ മഴക്കാലമാണ്, കോഴിക്കുട്ടികൾക്ക് അസുഖങ്ങൾ വരാനായിട്ട് വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പം എൻ്റെ മുൻ വീഡിയോകളിൽ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം മഴക്കാലത്ത് എങ്ങനെയാണ് കോഴികളെ പരിചരിക്കേണ്ടതെന്നൊക്കെ. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന അസുഖമാണ് മൂടിച്ചീയൽ. അപ്പോൾ മൂടിച്ചീയൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കുറേ പേർക്ക് അറിയുണ്ടാവില്ല. കോഴികളിൽ മൂടിച്ചീയൽ അതിൻ്റെ കാഷ്ടം അടഞ്ഞിരിക്കുകയെന്നായിരിക്കും വിചാരിക്കുക. അപ്പോൾ നിങ്ങളിത് കാണുക. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് മൂടിച്ചീയലിൻ്റെ. പക്ഷേ ആ കോഴീനെ നമ്മൾ പിന്നെ മരുന്ന് കൊടുത്ത് വളർത്തണ്ട, അതിനെ കൊന്നു കളയുക. അല്ലെങ്കിൽ മറ്റുള്ള കോഴികളിലേക്ക് പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡാവും. അതിൽ കാണാനായിട്ട് താല്പര്യമുള്ള ആളുകൾ മാത്രം കണ്ടാൽ മതി. പിന്നെ കോഴിയിറച്ചി കഴിക്കുമ്പോൾ അതിൻ്റെ ഓർമ്മ വന്നു കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്കത് കഴിക്കാൻ പറ്റില്ല. അത്രയും വളരെ മോശപ്പെട്ട ഒരു സ്ഥിതിയാണല്ലോ ഈ മൂടിച്ചീയൽ എന്ന് പറയണത്. എനിക്ക് തന്നെ വളരെയധികം വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. ഇതാണ് മൂടിച്ചീയലിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ നമ്മളിത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതിന് മരുന്ന് കൊടുത്ത് നമ്മളിതിന് വളർത്തണ്ട. നമ്മളായാലും പിന്നീട് ഇത് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടില്ല. പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് സപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലതല്ലേ നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ കൊന്നു കളയാം. മറ്റുള്ള കോഴികളിലേക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊന്ന് കുഴിച്ചിടണം കേട്ടോ.